ഇപ്പൊ സിനിമയില് സജീവമായി അല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ 1-2 പടങ്ങൾ അഭിനയിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അത് കഴിഞ്ഞ് തല്ലുമല, ടോവിനോ. തല്ലുമല എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യസ്തമായ കൺസെപ്റ്റാണ് ഖാലിദ് റഹ്മാൻ ടീമിന്റെ. എന്തായാലും സിനിമയിലോട്ടുള്ള എൻട്രി അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചത്? ഞാൻ ആദ്യമേ നമ്മുടെ പാട്ടുകളിൽ നമ്മളെ പാട്ടിൽ നമ്മൾ തന്നെ അഭിനയിക്കുന്നു. നമ്മള് അവിടെ കോഴിക്കോടൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. അതെ കുറെ പാട്ടുകൾ. അപ്പോൾ അന്നേ ഉള്ള ആഗ്രഹമാണ് നമ്മൾ ഈ അവിടെ ചെയ്യുന്ന വേഷങ്ങളൊക്കെ, കഥാപാത്രങ്ങളൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ എന്തെങ്കിലും സാധ്യമായി. പലപ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ദിലീപിന്റെ ഒരു മുഖഛായ എവിടെയൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ഛായയുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു മിക്കവാറും ഷാഫിയും ഇത് സിനിമയിൽ കയറും. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ 2 സിനിമകളും ഞാൻ അന്വേഷിച്ചു പോയ കുറെ നമ്മൾ അവസരങ്ങൾ ചോദിച്ച് ഞാൻ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. അവരൊക്കെ പരിഗണിക്കാന്ന് പറഞ്ഞു. അവരതിന് ശേഷം പടം ചെയ്യാത്തതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടില്ല. പക്ഷെ ഇത് 2ഉം എന്നെ ചോദിക്കാതെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്ന വേഷങ്ങളാണ്. അതിലൊരുപാട് അഭിമാനമുണ്ട് നമുക്ക്. കൺഗ്രാറ്റുലേഷൻസ്. അതിന് കഴിവുള്ള ആളാണെന്ന് എനിക്കറിയില്ല, പരിമിതികളുള്ള ആളാണ്. പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ഗായകൻ എന്തുകൊണ്ട് അഭിനയിച്ചൂടാ? ഈ അഭിനയിക്കുന്നവർ പാടുന്നില്ലേ? അപ്പം നമുക്കൊക്കെ അഭിനയിക്കാൻ കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം, ഇത് വീട്ടില് സമ്മതമാണോ? പിന്നെ തീർച്ചയായിട്ടും കുഴപ്പമില്ല. വീട്ടില് വൈഫിന്റെ പേരെന്താണ്? റജിലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? റജിലേക്ക് സന്തോഷമുള്ളൂ. ഇനിയും അവൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ കൂടെ എൻ്റെ വേഷങ്ങൾ വരണം, ചേർന്ന് അഭിനയിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് നടക്കുന്നതാണ്. തീർച്ചയായിട്ടും നടക്കട്ടെ. കാരണം ഈ പുണ്യദിനത്തിൽ ആ വാക്കുകൾക്ക് ഒരു അള്ളാഹു ഒരു കാര്യം കാണിച്ചു തരും. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു പാട്ടുകൂടാം. റംസാനെ കുറിച്ചുള്ള ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടാം. ആഖിർ സമാനിൻ അടിമകൾക്കല്ലാഹു അനുഗ്രഹിച്ചേകിയ മാസം, അന്ത്യപ്രവാചകർ ഇമ്പം തുളുമ്പിയ ഉമ്മത്തിനേകിയ പുണ്യം, പുണ്യ റമളാൻ മാസം. റമളാൻ 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 ആഖിർ സമാനിൻ അടിമകൾക്കല്ലാഹു അനുഗ്രഹിച്ചേകിയ മാസം, അന്ത്യപ്രവാചകർ ഇമ്പം തുളുമ്പിയ ഉമ്മത്തിനേകിയ പുണ്യം, പുണ്യ റമളാൻ മാസം. ഈ നമ്മള് റംസാൻ എന്ന് പറയുന്നുണ്ട്, റമളാൻ എന്നും പറയും അല്ലേ? അത് മലയാളത്തിലാകുമ്പോൾ ആ അക്ഷരം ഇല്ലാത്തത് കൊണ്ടാണ് റമളാൻ അല്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയിട്ട് ഇങ്ങനെ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിൽ പാടിയപ്പോൾ റമളാൻ എന്ന് പാടാൻ പറഞ്ഞു. ഞാൻ കുറേ നിങ്ങളുടെ ഈ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു സമയത്ത് ഭക്തിഗാനങ്ങളായിരുന്നു അതേ ഉണ്ടായിരുന്നു. ഞാൻ മദ്രസ പഠിക്കുമ്പോൾ സാറിന്റെ തൗഫീഖ് എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ട് പാടിയിട്ടുണ്ട്. ഏതാണത്? മക്കത്തെ ജബലുകൾ കിടുകിടുത്തേ, ശക്തനമുമറിന്റെ വരവിനൊത്ത്, അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച്, ഉടവാളൂരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ടു ഉലകിന്റെ തെളിദീപം കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാൻ വേണ്ടി. ശരി, എനിക്ക് ഓർമ്മയുണ്ട്. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് സാറിന്റെ. അത് മാത്രമല്ല, ഒരുപാട് അന്ന് ഞാൻ പാടുമ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടുവരുന്ന പാട്ട് ഭയങ്കര കട്ടിപ്പാട്ടുകളാണ്. അതായത് ഈ അറബിക്ക് ഇതും കൂടെ ചേർന്നിട്ടുള്ള വാക്കുകളാണ്. ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം, അതുപോലെ OM കരുവാരക്കുണ്ട്. മോഹൻ സിത്താര സാറിന്റെ കമ്പോസിഷനിൽ മനോഹരമായ ഒരു പാട്ട് റസൂലിന്റെ ഒരു മദ്ഹ് പാടി. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്,
നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ സംതിങ് ലൈക്ക് ദാറ്റ്. ജമാലേ പൊലിവാം ഖൈരേ യാ സയ്യിദി നസീബി യാ ഹാശിരി എന്ത് പാട്ടുകളാണ്. അയ്യോ, ഇപ്പൊ ഒരുപാട് എനിക്ക് ഓർമ്മ വരുന്നു. പൊറോട്ടോ ആലോചിക്കുമ്പോഴേ സത്യം എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരുപക്ഷെ ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് വീണ്ടും ഒന്നുകൂടെ ഈ സി ഡി ആയിട്ടൊന്ന് ഇറങ്ങിയാൽ കൊള്ളായിരുന്നു. അന്നൊക്കെ കാസറ്റിലാണ് പാടിയത്. എനിക്ക് തോന്നുന്ന ഒരു 200-300 പാട്ടുകൾ ഈ ഭക്തിഗാനങ്ങൾ മാത്രമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനുശേഷമാണ് ഒരു ചേഞ്ച് വന്നത്. എങ്ങനെ ഈ പ്രേമഗാനങ്ങളിലൂടെ ഒരു വഴിത്തിരിവ് വന്നു.